വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിങ്ക് ബ്ലൂംസ്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു കോട്ടൺ കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ കോട്ടൺ 2 പീസ് എടുത്തിട്ട് അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഒരു ഡിസൈനർ കുർത്തി പോലെ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കുർത്തിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തുണി മീറ്റർ 95 രൂപ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ചോളം മുമ്പ് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ ഇങ്ങനെ ഒരു പീസ് ഇതുപോലെ ഒരു പീസ് കോട്ടൻ്റെ പീസ് വെച്ചിട്ട് നമ്മളിതൊരു ഡിസൈനർ കുർത്തിയാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ വെച്ചിട്ട് പിന്നെ ഒരു ചെറിയ പോട്ട്ലി ബട്ടൺ. അത് കാണാൻ ഈ തുണിയിലായതുകൊണ്ട് ഇതിപ്പോൾ പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ വേണ്ട ഈ ഒരു പീസിൽ വേണ്ടില്ല ഇതുപോലെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈസിയാണ്. വെറും ഒരു അംബ്രല്ല ഒരു കട്ട് കുർത്തിയും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിലോട്ടായിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് എടുത്തു മാത്രം. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കുർത്തി തയ്ക്കാനായിട്ട് ഞാൻ 3 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വീതിയിൽ 4ആയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കുമ്പോൾ ഞാൻ തടി കുറഞ്ഞ കുട്ടി ആയതുകൊണ്ട് ഇങ്ങനെ മടക്കുമ്പോൾ കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതിൻ്റെ യോക്കിൻ്റെ ഇങ്ങനെ മടക്കി എന്നിട്ട് ഇതിൻ്റെ യോക്ക് പോർഷൻ എടുക്കുന്നത് 15.5 ഇഞ്ചിലാണ്. അപ്പോൾ എനിക്ക് 14.5 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ മെഷർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 7 ഇഞ്ചിലാണ്. 3 ഇഞ്ചിലാണ് അതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ 7 ഇഞ്ചിൽ തന്നെയാണ് ഞാനതിൻ്റെ ആം ഹോൾ എടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ആം ഹോൾ കർവ് വരയ്ക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മളിതുപോലെ ഒന്ന് ഫ്രണ്ട് ആം ഹോള് ഉള്ളിലേക്ക് കുഴിച്ച് വരയ്ക്കണം കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് കൊടുത്തിട്ട് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 7 ഇഞ്ചിലാണ് വരുന്നത്. അപ്പോൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. അതുപോലെ തന്നെ 3/4 ഇഞ്ചിലൊന്ന് കയറ്റി ഞാനൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുർത്തിയുടെ 2 ഭാഗം തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അതിൻ്റെ ഫ്രണ്ട് പാർട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് കുറച്ച് 2 നെക്ക് ഉണ്ട്, അതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ബാക്ക് പാർട്ട് ചെയ്യാം. അപ്പോൾ 3.5 ഇഞ്ചിലാണ് ഞാൻ ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്തും 5 ഇഞ്ചിൽ ഇതിൻ്റെ നീളം എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ റൗണ്ട് നെക്ക് തന്നെ നോർമൽ എങ്ങനെയാണോ കൊടുക്കുക അതുപോലെ തന്നെ കൊടുക്കുക കേട്ടോ. ഇത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. ഉണ്ടോ, കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്കിതിൻ്റെ ബോട്ടം പാർട്ട്, അപ്പോൾ അതിൻ്റെ സ്കേർട്ട് പാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 2ആയിട്ട് മടക്കി വെച്ചു, വീണ്ടും കോണോട് കോൺ മടക്കി വെച്ചു. അതിനുശേഷം നമുക്ക് ആ ബാക്ക് പാർട്ട് ഇതിനോടൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവ് നമുക്കൊന്ന് നോക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് ഒരു കാര്യം. അതായത് നമ്മൾ ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് നമ്മൾ ടേപ്പ് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് വരുന്നത് എനിക്ക് 11 ഇഞ്ചസാണ് വരുന്നത്. അപ്പോൾ അത് ഫുള്ളും 11 കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചുറ്റും വെച്ച് നോക്കാം കേട്ടോ. എനിക്ക് കുറച്ച് വ്യത്യാസം വന്നിട്ട് നമ്മളിതുപോലെ ടേപ്പ് പിടിച്ച് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പുറത്തെ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് 11 എങ്ങനെയാണോ വരണത് ആ ഒരു ഭാഗത്ത് നമ്മൾ റൗണ്ട് ചെയ്ത് വരച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുക. അപ്പോഴാണ് അവിടുത്തെ അളവ് കറക്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് അവിടെ നിന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് നോക്കണം. അപ്പോൾ ഞാൻ 31 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് മാത്രമേ ഞാൻ കൂടുതൽ എടുക്കുന്നുള്ളൂ സീം അലവൻസ് ആയിട്ട്. കാരണം അവിടെ ഞാൻ വേറൊരു പീസ് വെച്ച് തയ്ച്ചു കൊടുക്കുകയാണ്. പിന്നെ കണ്ടോ, അവിടെ ആ ഭാഗം എനിക്ക് തികയില്ല. അപ്പോൾ വേറൊരു പീസ് അവിടെ വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്കറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് അപ്പുറത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. എടുത്തിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ലെങ്ത്തും ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞല്ലോ ഒരു പീസ് അപ്പുറത്തുനിന്ന് വെക്കണമല്ലോ എന്ന്. അപ്പുറത്തുനിന്ന് കിട്ടിയ ഒരു പീസ് ഞാൻ കറക്റ്റ് ലെങ്ത്ത് നോക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു തുണിയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വെച്ച് നമ്മൾ 2 നെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ തുണി നമ്മുടെ ഫ്രണ്ട് പാർട്ട് ആ റെഡ് തുണിയിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഈ റെഡിലും 2 നെക്ക് വേണം. അപ്പം നമ്മുടെ ഇതിൻ്റെ നെക്ക് എന്ന് വെച്ചാൽ ഇത്തിരി ലെങ്ത്ത് ഉള്ളതാണ്. 3.5 ഇഞ്ചസിലാണ് വിഡ്ത്ത്. അതുപോലെ ലെങ്ത്ത് വരുന്നത് 11 ഇഞ്ചിലാണ്. അപ്പോൾ ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു 4 ഇഞ്ച് എടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് നിൽക്കണ പോലത്തെ ഒരു ഷേപ്പ് ആക്കി എടുക്കാനാണ്. എന്നിട്ട് അവിടെ നിന്നൊരു യൂനെക്ക് പോലെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അത് മാത്രം കട്ട് ചെയ്തെടുത്തു കേട്ടോ. ബാക്കിലും ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിൽ നമുക്ക് സാധാരണ നോർമൽ നെക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ 3.5 ഇഞ്ചിൽ വിഡ്ത്തും അതുപോലെ തന്നെ 5 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ റൗണ്ട് നെക്ക് കൊടുത്ത് ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ നോർമൽ കട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ രണ്ടായിട്ട് തന്നെ കണ്ടില്ലേ, 2 ഇതുണ്ടാണല്ലോ. അപ്പോൾ നമ്മൾ സ്ലീവ് സാധാരണ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക. ഞാൻ 13 ഇഞ്ചിൽ അതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് പോരാതെ കുറച്ച് തുണി ഞാൻ ഇതുപോലെ എക്സ്ട്രാ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 7 ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ അതുമ്മക്ക് ജോയിൻ ചെയ്യണ രൂപത്തിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജോയിൻ ചെയ്യേണ്ട അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
കട്ട് ചെയ്തെടുത്തിട്ട് ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണോ നമ്മൾ സ്ലീവ് അടയാളപ്പെടുത്തുക അതുപോലെ തന്നെ അടയാളപ്പെടുത്തുക. അത് ഞാനിവിടെ പറയില്ല ഓരോരുത്തരുടെ അളവിനും. അപ്പോൾ അത് ഈ തുണി രണ്ടായിട്ട് മടക്കി വെച്ച് ഇതിൽ ജോയിൻ ചെയ്യുക. അത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ടിൽ ശരിക്കും പറഞ്ഞുതരാം. ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ സ്ലീവ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക, കുഴിച്ച് വെട്ടുക. അതിന് ശേഷം നമ്മളിതാ ഈ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുക്കുക. അതിൻ്റെ ആ ലോങ് ആയിട്ടുള്ള നെക്കുള്ളതില്ലേ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ഭാഗം വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് 1.5 ഇഞ്ചിൻ്റെ ഇതുപോലെ ക്രോസ് പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കുക. കണ്ടോ, ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വച്ച് കൊടുക്കുക. ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ വച്ച് ഈ അറ്റം വരെ കേട്ടോ, നമ്മുടെ ആ വലിയ നെക്കിൻ്റെ അറ്റത്ത് വരെ നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനിത് അതുപോലെ ചെയ്തു കൊണ്ടുവന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ആ നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ അവിടെ നിന്ന് മടങ്ങി പോകാണ്ട് കൃത്യമായിട്ട് മടങ്ങി പോകാനായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് തയ്ക്കുക. തിരിച്ചിട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ക്രോസ് പീസ് വെച്ച് ജോയിൻ ചെയ്യില്ല അതുപോലെ പുറത്തോടെ ഒരു 1/2 ഇഞ്ചിൽ ഒരു 1/4 ഇഞ്ചിലൊന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഉള്ളിലേക്ക് വെച്ചിട്ട് എങ്ങനെയാണ് തയ്ക്കുക. ഈ ഭാഗം അതുപോലെ തന്നെ. പക്ഷേ ഞാൻ അവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അത്ര വരെ ഞാൻ തയ്ച്ചിട്ടുള്ളൂ. അതിന് മുമ്പായിട്ട് ഇതുപോലെ പോട്ട്ലി ബട്ടൺസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി. കണ്ടോ, അതിൻ്റെ മീതെ കൂടെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ആ പോട്ട്ലി ബട്ടൺ അവിടെ ഫിക്സ് ആയി കിട്ടും. കണ്ടോ. ഇനി ബാക്ക് നെക്ക് ഞാൻ ഇതുപോലെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ക്രോസ് പീസ് വെച്ച് നമ്മൾ ഇതുപോലെ എങ്ങനെയാണോ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക. കണ്ടോ. ഇനിയപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് പാർട്ട് ഞാൻ ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചു. ആ ഫ്രണ്ടിൽ ആ റെഡിന് ഞാൻ ഇതുപോലെ ക്രോസ് പീസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ക്രോസ് പീസ് വെച്ച് തന്നെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബ്ലൂ ക്ലോത്തും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു പോട്ട്ലി ബട്ടൺ വെച്ചുവിട്ടു. ഇനി നമുക്കതൊന്ന് ഫിക്സ് ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യണത്. ഇതിൻ്റെ ആ ഒരു ഭാഗത്തിൽ ആ സെൻറ്റർ പാർട്ടിൽ ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുത്ത് അതിനോടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അതിനോട് മാത്രം ജോയിൻ ചെയ്തെടുക്കുക. കണ്ടോ, അതവിടെ വെച്ചൊന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഫിക്സ് ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ബാക്ക് ഭാഗം ഇത് നമ്മൾ ആ ആ ക്രോസ് പീസ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് കൊടുത്തുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ പിടിച്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ നല്ല വൃത്തിയായി കിട്ടാനാണ് അങ്ങനെ നമ്മൾ ചെയ്യണത്. അപ്പോൾ അതുപോലെ നമ്മൾ ആ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു. നമ്മളിനി ആ ഒരു അംബ്രല ഭാഗം നമ്മളൊന്ന് ഇതായിട്ട് നമ്മുടെ യോക്ക് പോർഷനായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഞാൻ യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിൻ്റെ സ്ലീവ് വെക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്ലീവിൻ്റെ ഇതുപോലെ കാണില്ലേ ഈ ഒരു ഭാഗം നമ്മൾ കണ്ടോ നല്ല ഭാഗം ഇത് പുറത്തോട്ട് വെച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ബ്ലൂ തുണിയുടെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ തയ്ച്ചു കൊടുക്കട്ടോ. നല്ല ഭാഗത്താണ് വെക്കേണ്ടത്. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. കണ്ടോ, നമ്മളിവിടെ തയ്ച്ചെടുത്ത് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുത്ത് കൊണ്ടു കേട്ടോ. ഇതുപോലെ മറച്ചിടുക. കണ്ടോ, ഇതുപോലെ മറച്ചിട്ടിട്ട് അതിൻ്റെ ആ ഒരു പീസ് ഇപ്പുറത്തോട്ട് പിടിച്ച് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തും അതിൻ്റെ സ്ലീവൊക്കെ ഞാൻ കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ അടിയിൽ എന്ന് പറയണമെങ്കിൽ ഞാൻ 2 ഇഞ്ചിൽ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ നല്ല ചീത്ത പുറത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ചീത്ത പുറത്ത് ഇതുപോലെ വെച്ച് നല്ല പുറത്തേക്ക് ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു പീസ് നമ്മൾ അതുപോലെ വെച്ച് കൊടുക്കില്ലേ, അതുപോലെയാണ് ഞാൻ അവിടെ വെച്ച് കൊടുക്കേണ്ടത്. ഫുള്ളായിട്ട് അത് ചുറ്റും ആ ഒരു പീസ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു കോട്ടൺ കുർത്തിയാണ്. അപ്പോൾ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ.